ഓഹോ, ഇപ്പൊ ഇങ്ങനെയായി അല്ലേ? എന്ത് കൈവശാ നീ ഓന് കൊടുത്ത്? ചാക്കിക്കൊത്ത ചാങ്കരെ ഇറങ്ങിക്കൊള്ളു രണ്ടും അന്റെ വീട്ടിന്ന്. ഇപ്പൊ ഇറങ്ങണം. ഓ, ഇന്നലെ ഇറങ്ങാൻ പറഞ്ഞിട്ട് കടിച്ചു തൂങ്ങി ഇന്നലെ ഇവിടെ നിന്ന്. ഇത്തിരി സാധനം കൊണ്ടേ പോകുന്നുള്ളൂ. ഇനി ദിവസം ഇങ്ങോട്ട് പോരി ഓരോ സാധനം എടുക്കായെന്ന് പറഞ്ഞിട്ട് മൊത്തം എടുത്തിട്ട് പോയിക്കൊള്ളണോ? ഇനി എങ്ങാനും എന്റെ കണ്ടി കയറിയിട്ടുണ്ടെങ്കിൽ അന്നേരം പറയാ കാര്യം. ഇനി ഞാനൊക്കെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ ഇപ്പൊ അടി ഞാൻ ചവിട്ടൂല അമ്മ. വാണേ, കൊക്കിന് ജീവനുണ്ടെങ്കിലോ കേരൂല പോലും. നിന്റെ കൊക്കിന് കൊല്ലുന്ന നോക്കണടാർന്നു. വീടെല്ലാം നല്ല വൃത്തിയായിട്ട് നോക്കി കൈകാര്യം ചെയ്യണേ. വാട 1-ാം തീയതി തരണം കേട്ടോ. ആയിക്കോട്ടെ. വാണേ കേറി. ഏട്ടാ, ഇതെല്ലാം എങ്ങനെയാ നമ്മൾ വൃത്തിയാക്കി എടുക്കും ഏട്ടാ? ഇതെല്ലാം നമുക്ക് എങ്ങനെയും വൃത്തിയാക്കി എടുക്കണേ. എന്തായാലും അമ്മേന്റെ അളവ് നിതെങ്കം കിട്ടിയ സമയത്തല്ലേ. അതിനെ നമ്മളെ ഭാഗ്യം കൊണ്ട് നമുക്ക് കിട്ടിയല്ലേ. ഇതൊരു പൊടിയാണ്. വേണം മൂക്കിനെന്താ കെട്ടിക്കേ, പിന്നെ ജലദോഷം പിടിക്കണ്ട. അമ്മ മൊത്തത്തില് വൃത്തിയായിട്ട് സമാധാനമല്ല ഏട്ടാ. ഞാൻ പറയാ എന്തെല്ലാം പറഞ്ഞിട്ടാ ഏട്ടൻ്റെ അമ്മ എന്നെ രണ്ടാമതും കൂട്ടിക്കൊണ്ടങ്ങനെ. എന്നിട്ട് എത്ര പെട്ടെന്ന് അമ്മേന്റെ സ്വഭാവം മാറുന്നു. ഓന്ത് തറമാറുന്ന പോലെയല്ലേ മാറുന്നു. എന്തൊരു സാധനം കേട്ടോ ഏട്ടൻ്റെ അമ്മ. ഇനി നമുക്ക് ഒരിക്കലും അങ്ങോട്ട് പോകണ്ട. നീ മറന്നേക്ക്. അമ്മേന്റെ കാര്യം നിനക്ക് അറിഞ്ഞൂടെ? നമ്മളൊരു പുതിയ ലൈഫായത്. നിനക്ക് വിശക്കുന്നില്ലേ? ഞാൻ പോയി ഫുഡ് വാങ്ങിട്ട് വരാം. എടാ ഒന്ന് ബാമ്പാ, നിന്നെ ഓഫീസിൽ ഇറക്കിയിട്ട് വേണം എനിക്ക് ജോലിക്ക് പോയേ. ഇതാ വരുന്നേട്ടാ. ഏട്ടാ നിക്ക്, ഇതാ വരുന്നേ. എന്താ രമണിയാച്ചി, ചോറ് കഴിച്ചാ? ചോറെല്ലാം തിന്നപ്പ. ഇതെന്താ കാലം പറ്റീന്? അത് വീണു കിട്ടു അപ്പ ഇന്നലെ. നീ കേരളാന്ന് എനിക്ക്. കാല് പൊട്ടിട്ട് കാണാൻ സുമേഷോളൊന്നും വന്നിട്ടില്ല. മക്കളൊന്നും ആരും വന്നിട്ടില്ല അമീറേ. അവരെല്ലാം അന്യം വിട്ട് പോയിട്ടില്ലേ. മക്കളെ അച്ഛനാണെങ്കിൽ അവരെയും തേടിയിട്ട് പോയിട്ടാ. എല്ലാവർക്കും ഞാനൊരു ഭാരമായി. അത്രയല്ലേ പറയണ്ടു. അനക്ക് ഇനി ആരും ഇല്ല. വയസ്സും പ്രായമെല്ലാം ആയാലും അങ്ങനെയാ രമണിയേച്ചി. നമ്മൾ കുറച്ച് കണ്ടില്ല കേട്ടില്ല വെച്ച് നിക്കണോ? ഇനി പഠിപ്പിക്കാനുണ്ട്. അല്ല അമീറ, നീ പണിക്ക് പോക്കില്ലേ? ഇന്ന് പണിക്കൊന്നും പോയിട്ടില്ല രമണിയേച്ചി. നിങ്ങൾക്ക് സുമേഷിനോട് ഇവിടെ വന്ന് നിക്കാൻ പറഞ്ഞൂടെ? കാലിന് സുഖയില്ലല്ലോ. ആരും വരൂല മോനെ. ഇനി ഉള്ളോ വെള്ളവും കുടിച്ചിട്ട് ഈടുന്ന് തന്നെ ചത്തോളുക. അതേ ഉള്ളു ഒരു രക്ഷ. നരകിച്ചാലും ഇനി അവരെ കാല് പിടിക്കാൻ ഞാൻ പോവില്ല. രമണിയേച്ചി എന്നാ ഞാൻ വരുന്നേ. നമുക്കൊന്ന് ടോണി പോണം കേട്ടാ. ഏടിയാണ് ഈ തള്ളേൻ്റെ സ്വഭാവം കൊണ്ട് ആരും വരാനാ? കാലെല്ലാം പൊട്ടണ്ട, നാവം മുറിയണ്ടേ തള്ളേൻ്റെ.